ഹായ് ചങ്ങായിമാരെ, നമുക്കിന്ന് ഈ പള്ളിയിലെ കാർപ്പറ്റ് ക്ലീൻ ആക്കി കൊടുക്കാനുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പള്ളി, സീതാങ്കളി കുറച്ച് അപ്പുറത്തുള്ള ഒരു പള്ളീൻ്റെ കാർപ്പറ്റ് കുറേ സമയമായി കഴുകാത്ത, ക്ലീൻ ആക്കി തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിക്ക് ഞങ്ങൾ പോയിനെ, തൊട്ട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തൊരു പള്ളിയിൽ നിന്ന് കാർപ്പറ്റ് ക്ലീൻ ആക്കാൻ പോയിനെ. എന്തോ കുട്ടി മൂത്രം ഒഴിച്ചു, അങ്ങനെ എന്തോ ആയി ഞങ്ങളെ വിളിച്ചത്. അടുത്ത നമ്മളെ പണി കണ്ടിട്ട് അടുത്ത ഒരാൾ ഈ പള്ളിയിലത്തെ നമ്പർ തന്നു. അങ്ങനെ നമുക്ക് ഈ പള്ളിയിലത്തെ കാർപ്പറ്റ് ക്ലീൻ ആക്കാൻ കിട്ടി. ഞങ്ങൾ 4 ആൾ പോയിന് പിന്നെ കാർപ്പറ്റ് ക്ലീൻ ആക്കാൻ. ആ കാർപ്പറ്റ് നിങ്ങൾ നോക്കുക, അത്ര മണ്ണുണ്ട് നോക്കില്ലേ, അത് എത്ര മണ്ണുണ്ടെന്ന് കാണുന്നുണ്ട്. അത് ചുവപ്പായിട്ടുണ്ട് എല്ലാം. കാർപ്പറ്റ് ചവിട്ടിയിട്ട് ആൾക്കാർ നടക്കുന്ന വഴി നടക്കാത്ത വഴിയെല്ലാം ഒരു വ്യത്യാസം കറക്റ്റ് മനസ്സിലാവും. നമ്മളെ സിജി ഏട്ടൻ പണി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ കുറച്ച് വീഡിയോ മാത്രം എടുത്തിന്. അതിൽ അവസാനം കുറച്ച് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. അവിടെ ഞാൻ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ ഏൽപ്പിച്ച് ഞാൻ പോയത്. അങ്ങനെ ആ വീഡിയോ കംപ്ലീറ്റ് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും നിങ്ങളെ കെയർഓഫിലോ നിങ്ങളെ പരിചയത്തിലോ അങ്ങനെ പള്ളിയിലോ മറ്റേ വീട്ടിലോ ഹോട്ടലിലോ സ്റ്റാർ ഹോട്ടലിലോ അതിൽ ഇങ്ങനത്തെ കാർപ്പറ്റെല്ലാം ഉണ്ടാകുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ എല്ലാം ക്ലീൻ ആക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം, ബന്ധപ്പെടാം. അതിനുള്ളൊരു ഇങ്ങനെ പണി ഇതെങ്കിൽ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തേ. നമ്മളെ കാർപ്പറ്റ് ക്ലീനിങ് ഇങ്ങനെ സ്മാർട്ടിൻ്റെ കാർപ്പറ്റ് ക്ലീനിങ് ഇങ്ങനെയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. ശരിക്കും കാർപ്പറ്റ് ക്ലീനിങ്ങിൻ്റെ നമ്മൊരു ബേസിക്കായിട്ട് ഞങ്ങൾ എടുക്കുന്നുള്ളത്. ഞങ്ങളൊരു തുടക്കക്കാരല്ലേ, നമുക്ക് അതിന് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കുറേ ഇങ്ങനെ നമ്മൾ എടുക്കുന്നില്ല, ഇങ്ങനെ എടുത്തിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലാതെ വല്ല മിഷനറി ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള ദുബായിലെല്ലാം അങ്ങനെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. വലിയ മിഷനും വാക്യൂം ക്ലീനർ അങ്ങനത്തെ വലിയ കാര്യത്തിലെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ നമ്മളതൊന്നും അത്രക്കൊന്നും എത്തിയിട്ടില്ല. അതിലുള്ള സൗകര്യമില്ല ഇപ്പോൾ. എന്ന് പറഞ്ഞെങ്കിൽ അത് വാങ്ങിക്കാൻ നമുക്ക് അറിയണമല്ലോ, അത് എങ്ങനത്തെ സാധനം അത് വേണ്ടത്, അതിൽ എങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം അറിയണമല്ലോ. നോക്കാം, ഭാവിയിൽ അതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മളെ പണി ഇത് എന്താ പറഞ്ഞാൽ പണി നീറ്റാക്കി തരും, ക്ലീനാക്കി തരും. എല്ലാം അതിലുള്ള ചെളിയും മണ്ണും ഒക്കെ വലിച്ചെടുത്ത് തരും. കുട്ടി മൂത്രം വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ വേറൊന്നും പ്രശ്നമുണ്ടെങ്കിലും അതിലുള്ള വേസ്റ്റ് കച്ചറ അതെല്ലാം നമുക്ക് ക്ലീനാക്കി തരും. അതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഉള്ളിടത്തേക്ക് കുറച്ച് പണി കൂടുതലാണ്. വലിയ മിഷനാകുമ്പോൾ കുറച്ച് പണി കുറയും, ചെറിയ മിഷനാകുമ്പോൾ അതിനുള്ള പണി കൂടും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ട് എടുക്കുന്നില്ല പണി. എന്തായാലും നമ്മളെ കാർപ്പറ്റ് ക്ലീനിങ് ഇതിപ്പോൾ ഇങ്ങനെ നോക്കിക്കോളൂ. ഇങ്ങനെയാണ് കാർപ്പറ്റ് ക്ലീനിങ്. കണ്ടില്ലേ, പള്ളിക്കാർ നല്ല ഹാപ്പി ആയിന്, എല്ലാവരും ഹാപ്പി ആയിന്. കാണുന്ന വ്യത്യാസം നോക്കുക. ആ 2 കാർപ്പറ്റ് ഇപ്പോൾ ക്ലീൻ ആക്കി കഴിഞ്ഞത് ഇതാ. ഇപ്പോൾ ആ സിജേട്ട വലിക്കുന്നുണ്ടല്ലോ, ആ കാർപ്പറ്റ് ഇപ്പോൾ ക്ലീൻ ആക്കുന്നുള്ളത്. ആ സിജേട്ട ഇരുന്നിട്ടുള്ള കാർപ്പറ്റ് കണ്ട, അതും ഇത് തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാവില്ല. നോക്കിയാൽ അല്ലേ, ശരിക്കും മനസ്സിലാവില്ല. നോക്കുക വ്യത്യാസം വേണ്ട. ഇത് മണ്ണുള്ളതും അപ്പുറത്ത് കഴുകിയതും അത്ര മണ്ണുണ്ടാകുന്നൊരു കാർപ്പറ്റിൽ. വലിച്ചെടുത്ത് മതിയാണ്. തൊട്ടടുത്തുള്ള പള്ളിയിലെ കാർപ്പറ്റ് അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ കുറേ മണ്ണുണ്ട്, കുട്ടി മൂത്രം വെച്ചെന്ന് പറഞ്ഞിട്ട് കാർപ്പറ്റെല്ലാം പുറത്ത് വലിച്ച് കൊണ്ടുപോയി എന്നിട്ട് ഒരു മോട്ടർ വെച്ച് കഴുകി. അത് ഈ സാധനം ഭയങ്കര വെയിറ്റ്, അതിനെ പെട്ടെന്ന് മടക്കി വെക്കാനൊന്നും പറ്റില്ല, കുറേ ആളുണ്ടെങ്കിലും പറ്റില്ല. അങ്ങനെ അവർ മോട്ടർ അടിച്ച് കഴുകിയിട്ട് അവർ പെട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ഉണങ്ങാനിടാത്ത കൊണ്ട് ഇതെല്ലാം അങ്ങനെ ഒരു ദിവസം ഉണങ്ങാനിട്ടില്ല, പിറ്റേ ദിവസം ഉണങ്ങാൻ വിട്ടു. അപ്പോഴേക്കും അതിൻ്റെ അകത്തുള്ള വെള്ളമെല്ലാം അതിൻ്റെ അകത്ത് തങ്ങി നിൽക്കുന്നല്ലോ വെള്ളം. അങ്ങനെ വെള്ളം തങ്ങി നിന്നിട്ട് ആ കാർപ്പറ്റിൻ്റെ ഉള്ളിൽ സ്മെല്ല് വരാൻ തുടങ്ങി. പിറ്റേ ദിവസം നമ്മളെ വിളിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് അതിനെ വൃത്തിയാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് സ്മെല്ല് വരാത്തലാക്കി കൊടുത്തു.